പാലക്കാട്ടെ ബിജെപിയിൽ അടിയോടടി. ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി കൃഷ്ണകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ രംഗത്തെത്തി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചുവെന്നും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞുവെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു. ബിജെപി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേശീയ സമിതി അംഗം എൻ ശിവരാജനും രംഗത്തെത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ബിജെപിയിലെ തമ്മിലടിയും രൂക്ഷമായി. ബിജെപി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെയുമാണ് വിമർശനം ഉയരുന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന പോലെയാണ് ബിജെപി നേതൃത്വം ഇപ്പോൾ പെരുമാറുന്നതെന്ന് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്നതിൽ സംശയമേ ഇല്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, ഒരേ സ്ഥാനാർത്ഥി വേണ്ട, നമുക്കൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിച്ചില്ല. നഗരസഭാ ഭരണത്തിൽ പാളിച്ചുണ്ടെങ്കിൽ അത് ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും കീഴിലാണല്ലോ നഗരസഭ. പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാരാ? അങ്ങാടി തൊട്ടാൽ അമ്മയോട്. അത് തന്നെയാണ് മറുപടി. തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് സ്വന്തം ബൂത്തിൽ വോട്ട് വർദ്ധിപ്പിക്കട്ടെ എന്ന് ദേശീയ സമിതി അംഗം എൻ ശിവരാജൻ. കൗൺസിലർമാര് വളരെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജയിച്ചതാ. ആരും ഔദാര്യം കൊണ്ടൊന്നുമില്ല. പാർട്ടിയുടെ പിന്തുണയും കൗൺസിലർമാരുടെ അധ്വാനമാണ് ചെയ്യാം. ഇത് രഘുനാഥിന്റെ അധ്വാനം ഇവിടെ ഒന്നുമില്ല. രഘുനാഥിന്റെ ബൂത്തിന്റെ കാര്യം നോക്കിയാൽ മതി. നേതൃത്വം പറഞ്ഞിട്ടാണ് മത്സരിച്ചതെന്നും തന്റെ ആസ്തി വിഹിതം ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം എന്നും സി കൃഷ്ണകുമാർ. ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പിലും അഫിഡവിറ്റ് കൊടുക്കണതാണ്. സൈറ്റിൽ പോയി നോക്കിയാലൊക്കെ അറിയാം. അദ്ദേഹത്തിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കും. കാരണം ഇംഗ്ലീഷിലാണ് അഫിഡവിറ്റ് ഞാൻ കൊടുക്കാറുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം, അത് മനസ്സിലാക്കി കൊടുക്കാം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ബിജെപിയിലെ ആഭ്യന്തര സംഘർഷങ്ങളാണ് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബിജെപിയിലെ പൊട്ടിത്തെറി പാലക്കാട്ട് മാത്രം ഒതുങ്ങില്ല. കാരണം ആരോപണം ഉയരുന്നത് സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ്. ക്യാമറമാൻ മഹേഷ് പാൽക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.